ഹലോ, ബീഫെല്ലാം തീർന്നിട്ടല്ലേ? ഫ്രിഡ്ജ് കുറേ ഉണ്ടാവും അല്ലേ? ഒരു കെട്ടിങ് എടുത്തിട്ട് വാ, നമുക്കൊരു അടിപൊളി ബീഫ് റോസ്റ്റ് ഉണ്ടാകാം. അതും വളരെ പെട്ടെന്ന് വാ. എന്നാ പിന്നെ നമുക്ക് തുടങ്ങിയാലോ. ഒരു കെട്ട് ബീഫ് എടുത്ത് കഴുകി വൃത്തിയാക്കി വെച്ച് ഇനി ഒരു കുക്കർ എടുത്ത് 2 ടേബിൾ സ്പൂൺ ഓയിൽ, ഒരു മീഡിയം സൈസ് ഉള്ളി, കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 2 പച്ചമുളക്, ഒരു മീഡിയം സൈസ് തക്കാളി എല്ലാം ഇട്ട് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം. ഏകദേശം വന്ന ശേഷം നമുക്ക് അതിലോട്ട് നമ്മൾ 1/2 കിലോ ബീഫ് അങ്ങോട്ട് കൊടുക്കുന്നു. ഇനി ആ മസാലയൊക്കെ നന്നായി ഒന്ന് പിടിപ്പിക്കുന്നു. ഇനി നമുക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ ചില്ലി പൗഡർ, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, ടർമറിക് പൗഡറും ഗരം മസാലയും 1/4 ടീസ്പൂൺ വീതം. ഇനി കുറച്ച് നല്ല ഫ്രഷ് കറിവേപ്പിലയും ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ടിട്ട് എല്ലാം ഒന്ന് കയ്യിലുണ്ട് ഇളക്കി കൊടുത്ത് ആ മസാലയെല്ലാം ഉണ്ടല്ലോ ബീഫിലോട്ട് നന്നായി ഒന്ന് പിടിപ്പിക്കാം. ആ മസാലയെല്ലാം ഉണ്ടല്ലോ ബീഫിൽ നന്നായി പിടിച്ചിട്ട് നമ്മളൊന്നും വെള്ളം ഒഴിക്കുന്നില്ലേ, വെള്ളം ഒഴിക്കാണ്ട് അടച്ച് വെച്ചിട്ട് വേവിക്കുന്നു. ഒരു 5 വിസിൽ വരെയാണ് കുക്ക് ചെയ്യുന്നത്. അപ്പോഴത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾക്കൊരു താളിപ്പ് ഉണ്ടാക്കുക. ചെറിയ ഒരു പാൻ എടുത്ത് ചൂടാക്കി വെളിച്ചെണ്ണ ഒഴിച്ച് 2 പച്ചമുളക് നടുക്ക് കയറിയിട്ടും കുറച്ച് കറിവേപ്പിലിട്ട് ഒന്ന് ചെറുതായി താളിക്കാം. ഇനി നേരെ കൊണ്ടുപോയി കുക്കറിന് ഓപ്പൺ ആക്കുന്നു, ആ താളിപ്പ് അങ്ങ് ഇടുന്നു. ആ താളിപ്പ് അങ്ങിട്ട് ഒന്ന് നന്നായി ഇളക്കിയാൽ നമ്മളെ ബീഫ് റോസ്റ്റ് റെഡി. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ, അതുകൊണ്ടല്ല ഒന്നൊന്നര ടേസ്റ്റാണ്. ആരും മിസ് ചെയ്യണ്ട, എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റും. ഇനി നമുക്കൊരു പ്ലേറ്റിലോട്ടങ്ങ് സെർവ് ചെയ്യാം. നോക്കിയേ, അതിൻ്റെ മൊഞ്ചും അതിൻ്റെ ടേസ്റ്റും ഒന്ന് വേറെ തന്നെയാണ് മക്കളെ. എപ്പടി നമ്മൾ ബീഫ് റോസ്റ്റ്